ഏറ്റവും പ്രിയപ്പെട്ട മുരിക്കൻ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട ജനറാളച്ചന്മാരെ, ബഹുമാനപ്പെട്ട വിചാരിച്ച മറ്റ് പ്രിയപ്പെട്ട അച്ഛന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെയും ഇടവകക്കാരനും നമുക്ക് വളരെ പ്രിയങ്കരനുമായിരുന്ന പാലക്കാട്ടുകുന്നേൽ ബഹുമാനപ്പെട്ട യൂസേപ്പച്ചൻ്റെ മൃതശരീരത്തിന് ചുറ്റുമാണ് നമ്മൾ. പരിശുദ്ധ കുർബാനയുടെ നടുവിലാണ്. അദ്ദേഹത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നതിനും ദൈവത്തിൻ്റെ പക്കലേക്ക് പറഞ്ഞ് അയക്കുന്നതിനുമുള്ള മണിക്കൂറുകളാണിത്. പ്രാർത്ഥനാപൂർവം നമ്മളെല്ലാവരും ഇവിടെ ബഹുമാനപ്പെട്ട യൂസേപ്പച്ചനോട് ചേർന്ന് ഇപ്പോൾ ആയിരിക്കുന്നു. അച്ഛന് മദ്രാസിലുള്ള പുനമല്ലെ സെമിനാരിയിൽ വൈദിക പരിശീലനം നേടി 1964 ബോംബെയിൽ വെച്ച് നമ്മളുടെ പ്രിയപ്പെട്ട വയലിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച് നല്ല വിശുദ്ധനായ ഒരു വൈദികനായിട്ട് സേവനം ചെയ്ത ആളാണ്. അച്ഛന് ദീർഘമായ ഒരു കാലഘട്ടം പൗരോഹിത്യ സ്വീകരണത്തെ തുടർന്ന് 1982 വരെ അസാമിലെ ടെസ്പൂർ രൂപതയിലാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. പല മിഷൻ കേന്ദ്രങ്ങളിൽ, ഇടവകകളിൽ, നമ്മുടേതുപോലുള്ള വലിയ ഇടവക കേന്ദ്രങ്ങളല്ല അവിടെ ഉണ്ടായിരുന്നത്. കൂടുതലും മിഷൻ പ്രദേശവുമായിട്ട് സാധാരണ ആളുകളുടെ ജീവിത ശൈലികളുമൊക്കെയായിട്ട് വളരെയേറെ ഒത്തിണങ്ങി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് അച്ഛന് നമ്മളുടെ കലാരൂപതയിലേക്ക് തന്നെ തിരിച്ചു പോരുകയും നമ്മളുടെ രൂപതയിൽ മാന്നാറ്, മുണ്ടാങ്കൽ, മണിയംകുളം, പെരിങ്കുളം എന്നീ ഇടവകകളിൽ വികാരിത്വ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തയാളാണ്. 2001 അച്ഛന് മൂലമറ്റത്തുള്ള മെഡിക്കൽ വയലിൽ ഹോസ്പിറ്റലിൻ്റെ ചാപ്ലിനായിട്ട് സേവനം തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന് പള്ളിയിലേക്ക് തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് മാറണമെന്നുള്ള താല്പര്യം കാണിക്കുകയും അങ്ങനെ അച്ഛനെ വീണ്ടും വികാരിയായിട്ട് ചിറ്റാറ് പള്ളിയിൽ നിയോഗിക്കുകയുമാണ് ചെയ്തത്. അച്ഛന് ചിറ്റാറ് വികാരിയായിരുന്ന കാലം, ആരംഭകാലത്തെല്ലാം എല്ലാവർക്കും വലിയ താല്പര്യത്തോടുകൂടി അച്ഛനെ സ്വീകരിച്ചു. അച്ഛൻ സേവനം ചെയ്തു. പിന്നീട് അച്ഛൻ അല്പം ഓർമ്മ രക്ഷകളൊക്കെ ഉണ്ട് എന്ന് അച്ഛന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അച്ഛന് എന്നോട് വന്ന് 2-3 തവണ ഇടവക ഭരണം എനിക്ക് ഭാരമായിട്ട് തോന്നുന്നു, ഒന്ന് മാറ്റിത്തരണം എന്ന് അച്ഛന് ആവശ്യപ്പെട്ടതുകൂടെ പരിഗണനയിലെടുത്തുകൊണ്ടാണ് നമ്മളുടെ പാലായിലുള്ള വൈദിക മന്ദിരത്തിലേക്ക് വിശ്രമത്തിനായിട്ട് അച്ഛനെ അയച്ചതും അവിടെ ഈ ദീർഘവർഷങ്ങൾ വളരെ സന്തോഷമായിട്ട് അച്ഛൻ ജീവിക്കുകയായിരുന്നു. അച്ഛൻ വൈദിക മന്ദിരത്തിൽ വന്ന ആദ്യ നാളുകളിലും പുറത്ത് ശുശ്രൂഷകൾക്കൊക്കെ കുറേയെല്ലാം പൊയ്ക്കൊണ്ടിരുന്നു. പിന്നീട് ഓർമ്മ രക്ഷകം, ശാരീരികമായിട്ടുള്ള മറ്റ് ബലഹീനമായ പ്രകൃതി കൊണ്ട് അച്ഛന് നടക്കാൻ വിഷമമായിരുന്നു. അങ്ങനെ വളരെ പ്രാർത്ഥനാപൂർവം അച്ഛൻ്റെ മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്ന നാളുകളായിരുന്നല്ലോ ഇതെല്ലാം. അച്ഛനെ അങ്ങനെ പല വേദികളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ നല്ല ഒരു കുടുംബത്തിൽ വൈദികർ, അച്ഛൻ്റെ സഹോദരൻ തന്നെ വൈദികനുണ്ട്. നല്ല ക്രിസ്തീയ പാരമ്പര്യമുള്ള പാലക്കാട്ടുകുന്നേൽ തറവാട്ടിൽ ജനിച്ച് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ, വിശുദ്ധമായ രീതിയിൽ വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്ത ഒരു പുരോഹിതനാണ് ബഹുമാനപ്പെട്ട യൂസേപ്പച്ചൻ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് അതിയായ സന്തോഷവും ഒപ്പം അഭിമാനവുമാണുള്ളത്. ഇന്നത്തെ പരിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കേട്ട തിരുവചനങ്ങൾ വാസ്തവത്തിലത് സുവിശേഷത്തിൻ്റെ താക്കോല് പോലെയുള്ള തിരുവചനങ്ങളാണ്. കിങ് പിൻ എന്ന് നമ്മൾ പറയുന്ന ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്ത് നിൽക്കുന്ന തിരുവചനങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ബാഹ്യമായ അർത്ഥത്തിൽ ഒരു മനുഷ്യൻ
മറ്റൊരു വ്യക്തിയുടെ പറമ്പിൽ പുരയിടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കിളയ്ക്കുമ്പോൾ, ഉഴുതുമ്പോൾ വലിയ ഒരു നിക്ഷേപം, ഒരു നിധി കണ്ടെത്തുകയും അത് വാങ്ങിക്കാനായിട്ട് അദ്ദേഹം അതാരോടും മിണ്ടാതെ മനസ്സിൽ സൂക്ഷിച്ച് പോയി ഉള്ളതൊക്കെ വിറ്റ് കൊണ്ടുവന്ന് അത് വാങ്ങിച്ച് സ്വന്തമാക്കുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് ഉപമയുടെ അല്ലെങ്കിൽ ആലങ്കാരിക പ്രയോഗത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥം. അതിനപ്പുറത്ത് ദൈവശാസ്ത്രപരമായ ആത്മീയമായ ഒരു ലക്ഷ്യം അതിന് വ്യക്തമായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വേദപുസ്തക പണ്ഡിതന്മാർ ആ തിരുവചനത്തെ വളരെ ശ്രേഷ്ഠമായ കാര്യമായിട്ടാണ് കരുതുന്നത്. പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാർ മണപ്രയം പുണ്യവാളൻ്റെ പേരിലുള്ള വീട്ടിലാണല്ലോ ഔസേപ്പച്ചൻ താമസിച്ചുകൊണ്ടിരുന്നതും. ആ വലിയ പണ്ഡിതൻ പറയുന്നത് തൻ്റെ ദൈവത്വം ഒരു വസ്ത്രത്താൽ എന്ന വിധം മനുഷ്യത്വത്തിൽ മറച്ചു വച്ചിരിക്കുകയായിരുന്നു ഈശോ. തൻ്റെ ദൈവത്വത്തെ നിധി എന്നും മനുഷ്യത്വത്തെ വയൽ എന്നും വിളിക്കുന്നു. നിധി എന്ന് വിളിക്കുന്നത് അതിൻ്റെ മഹത്വം കൊണ്ടാണ്. വയൽ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ബലഹീനത കൊണ്ടാണ്. അത് കണ്ടെത്തിയ മനുഷ്യൻ ഒളിച്ച് വെച്ചു എന്ന് പറയുന്നത് സന്തോഷ നിമിത്തമാണ്. വലിയ ഒരു കാര്യം നേടി, കണ്ടു, മനസ്സിലാക്കി എന്ന ആ ഒരു താല്പര്യം കൊണ്ടാണ്. വയൽ നമ്മളുടെ ശരീരമാണ്, മനുഷ്യപ്രകൃതിയാണ്. നമ്മൾ ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന നമ്മളുടെ മനുഷ്യപ്രകൃതിയുടെ ആ ഒരു രൂപമാണ്. നിധി ഈശോയുടെ ആ ദൈവത്വത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യമാണ്. ഈശോയുടെ തന്നെ മനുഷ്യത്വം നമ്മൾ കാണുമ്പോൾ ആ വലിയ നിധി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഓരോ വ്യക്തിയും അവൻ്റെ ശാരീരികമായിട്ടുള്ള ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ കീഴ്പ്പെടുത്തുമ്പോൾ അവൻ കണ്ടെത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ നിക്ഷേപം അല്ലെങ്കിൽ ഈ നിധി. നമുക്ക് നമ്മളുടെ വയലിൽ, നമ്മളുടെ ആഗ്രഹങ്ങളിൽ, നമ്മളുടെ ശരീരത്തിൽ വിഗ്രഹാരാധന, പ്രപഞ്ച ആരാധന, വിജാതീയ മതങ്ങളോട്, ദൈവങ്ങളോടുള്ള അടുപ്പം, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് സെക്ടേറിയനായിട്ടുള്ള ചിന്താഗതി, ഇതൊക്കെ മനുഷ്യപ്രകൃതിയുടെ ഭാഗമായിട്ട് ഉണ്ട്. വയലിൻ്റെ പ്രത്യേകത ഇത്തരം കളകളാണ്. ആ വയലിലെ ഇതുപോലുള്ള വിഗ്രഹാരാധനയും മറ്റ് വിഭാഗീയ ചിന്തകളുമൊക്കെ മാറ്റി ഈശോയാകുന്ന ആ മുത്തിനെ, ആ യഥാർത്ഥ നിക്ഷേപത്തെ ഒരിക്കൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മളെല്ലാം വിറ്റ് അത് കൈവശമാക്കുകയാണ്. സുവിശേഷകൻ പ്രത്യേകം പറയുന്നത് അവൻ സന്തോഷത്തോടെ അപ്പോൾ പോയി വിറ്റ് നല്ല തീരുമാനമെടുത്ത് ഈശോയുടെ കൂട്ടത്തിൽ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ അപ്പസ്തോലിക് ലെറ്ററിലെല്ലാം പറഞ്ഞിരിക്കുന്ന ആ എവഞ്ചേലി ഗൗദിയും, സുവിശേഷത്തിൻ്റെ സന്തോഷം, അതേ വാക്കുകളാണ് ഇവിടെ ലൂക്കാ സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ സന്തോഷത്തോടെ പോയി വിറ്റ് അവൻ്റെ ബാഹ്യമായ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തി ഈ മുതൽ കരസ്ഥമാക്കുകയാണ്. വാസ്തവത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് അതാണ്. ഈശോയാകുന്ന ആ വലിയ നിധി നമ്മൾ കണ്ടെത്തുന്നത് ഒരുപക്ഷെ നമ്മളുടെ ജീവിതം മുഴുവനും കൊണ്ടാണ്. നമ്മൾ വട്ടമേക്കുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു വർഷം കുർബാന അർപ്പിച്ചത് കൊണ്ട് മാത്രം നമുക്കത് സാധിച്ചു എന്ന് വരികയില്ല. ഒരു ജീവിതം കൊണ്ട്, ഒരു പുരോഹിതനടുത്ത വിശുദ്ധമായ ജീവിതം കൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണത്. സാധാരണമായ സന്തോഷം, സംതൃപ്തി ആ കണ്ടെത്തലിൽ നമുക്കുണ്ട്. അത് വെറുതെ ഒരു ലോട്ടറി അടിച്ചു കിട്ടുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന സന്തോഷമല്ല. ലോട്ടറിക്കാരന് അവൻ്റെ കൈവശമുള്ളതെല്ലാം വിറ്റ് അവൻ ഒരുങ്ങി അങ്ങനെ വാങ്ങിക്കുന്നതൊന്നുമല്ല. നമുക്ക് കിട്ടുന്ന ഒരു ലക്ക് മാത്രമല്ലാതെ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ആണ് ഈ ഹെവൻലി റിച്ചസ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്.
Heavenly riches are not possessed with earthly goods. ഒരു വൈദികൻ്റെ അല്ലെങ്കിൽ ഒരു സമർപ്പിതൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണല്ലോ. നമ്മൾ യോസേപ്പച്ചൻ്റെ കാര്യം നോക്കിയാൽ അച്ഛൻ ഇത് കണ്ടെത്തിയ വ്യക്തിയാണ്. അച്ഛനെ തന്നെ നിയന്ത്രിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ, നല്ല വാക്കുകളിൽ ഈശോയോട് ചേർന്ന്, ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തോട് ചേർന്ന്, മിഷൻ രംഗങ്ങളിലെ വളരെ സാധാരണക്കാരായ ആളുകളോട് ചേർന്ന് എല്ലാം അച്ഛൻ പ്രവർത്തിച്ചപ്പോൾ അച്ഛൻ കണ്ടുകൊണ്ടിരുന്നത് ഈ മുത്താണ്. അത് വാങ്ങിച്ചെടുക്കാൻ അദ്ദേഹം ഒരുപാട് ചലഞ്ചസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ, 10-16 വർഷങ്ങൾ നമ്മളുടെ രൂപതയ്ക്ക് പുറത്ത്, നമ്മുടെ സ്റ്റേറ്റിന് പുറത്ത് മറ്റൊരു ഭാഷ സംസാരിക്കുന്ന വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ കൂട്ടത്തിൽ നടന്നപ്പോൾ, പെരുമാറിയപ്പോൾ ഈ മുത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറച്ച് ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛനോട് പലതവണ, അച്ഛൻ ചിറ്റാറിലായിരുന്നപ്പോഴും വൈദിക മന്ദിരത്തിലായിരുന്നപ്പോഴും അച്ഛൻ്റെ വീട്ടിൽ വെച്ചും വിസിറ്റിലേക്ക് പോയപ്പോഴെല്ലാം അച്ഛനെ കാണാൻ എനിക്കിടയായിട്ടുണ്ട്. അച്ഛൻ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി, അഭിമാനബോധത്തോടുകൂടി ജീവിക്കുകയും പെരുമാറുകയും ചെയ്ത വ്യക്തിയാണ്. സുവിശേഷത്തിലെ രണ്ടാമത്തെ കാര്യം, നല്ല മുത്തുകൾ തേടുന്ന ഒരു വ്യാപാരിയോടുള്ള ഒരു തുലനം ചെയ്യലാണ്. ദൈവരാജ്യം, സ്വർഗരാജ്യം, ഈശോ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പൗരോഹിത്യ ചിന്തയാണ് നമുക്ക് നൽകുന്നത്. പഴയ നിയമത്തിൻ്റെ കാർക്കശ്യത്തിൽ നിന്ന് അതിന് അപ്പുറത്തേക്കുള്ള ഈശോയെ കണ്ടെത്തുന്ന ഏതൊരു വിശ്വാസിയുടെയും ഒരു പ്രതീകമാണത്. അവനത് കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതെല്ലാം ആ വ്യക്തിയും വിറ്റ് സന്തോഷത്തോടെ മടങ്ങി വന്ന് അന്വേഷിച്ച് അതിൻ്റെ ഫലമായിട്ട് അവൻ കാണുന്ന ആ ഏറ്റവും വിലപിടിപ്പുള്ള മുത്ത് വാങ്ങിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ സന്തോഷം അതാണ്. വയലിൽ ഒളിഞ്ഞുകിടന്ന അവൻ്റെ തന്നെ ശാരീരികതയിൽ അവൻ കീഴ്പ്പെടുത്തിയപ്പോൾ അവൻ ദൈവത്തെ കണ്ടെത്തുന്ന ആ ഒരു വലിയ പ്രക്രിയ, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി ഒരുപാട് യാത്രകൾ, പരിശ്രമങ്ങൾ നടത്തി അതിൻ്റെ അവസാനം നല്ല ഏറ്റവും വിലപിടിപ്പുള്ള മുത്ത് ഞാൻ കണ്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ഉള്ള ആ സന്തോഷം ശരിക്കു പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ആ മുത്ത് വാങ്ങിച്ചയാൾ പൗലോസാണെന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. ഫിലിപ്പോസുകാർക്ക് എഴുതിയ ലേഖനം 3:17 പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ലാഭമായിരുന്നവയെ മിശിഹായെ പ്രതി നഷ്ടമായി ഞാൻ പരിഗണിച്ചു. ലാഭമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഹൂദമതത്തിലും റോമ സാമ്രാജ്യത്തിലും വ്യക്തിപരമായ കഴിവുകളിലും എല്ലാം ലാഭകരമായ ഒരുപിടി കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ദിശയിൽ ഈ മുത്ത് കണ്ടപ്പോൾ, ഈശോയെക്കുറിച്ച് ശരിക്ക് അറിഞ്ഞപ്പോൾ എനിക്ക് ലാഭമായിരുന്നത് എല്ലാം വിറ്റ് ഞാൻ ഇത് വാങ്ങിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. യോസേപ്പച്ചൻ മിഷൻ രംഗത്തും നമ്മളുടെ 6 ഇടവകകളിലും നമ്മളുടെ ആശുപത്രിയിലും അവസാന കാലത്ത് പ്രീസ്റ്റ് ഹോമിലുമൊക്കെ അച്ഛൻ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ അച്ഛൻ നമ്മളെ നിരന്തരമായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം അതാണ്. സുവിശേഷത്തിൻ്റെ ആ സന്തോഷം, ജോയ് ഓഫ് ദ ഗോസ്പൽ, ഈ 2 പ്രതീകങ്ങളിലൂടെയും അച്ഛൻ്റെ ഒരു വ്യാഖ്യാനം പോലെ എനിക്ക് തോന്നുകയാണ്. അച്ഛൻ്റെ സന്തോഷം വളരെ ബാഹ്യമായ കാര്യങ്ങളിൽ ഒന്നും ആയിരുന്നില്ല. അച്ഛൻ അനുഭവിച്ചത് സുവിശേഷത്തിൻ്റെ ഈ സന്തോഷമാണ്. അത് വെറുതെ കാണുമ്പോഴുള്ള ഒരു ചിരിയല്ല, ഏതെങ്കിലും വാക്കുകൾ പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ, അദ്ദേഹത്തിൻ്റെ കോൺഷ്യൻസിൽ, അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. അതായിരുന്നു ജോയ് ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ്. ആ ജോയ് ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ് ഈ സുവിശേഷത്തിൻ്റെ സന്തോഷവുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടു നടന്നിരുന്ന ഒരു മാതൃക വൈദികനായിരുന്നു പാലക്കാട്ടുകുന്നേൽ പ്രിയപ്പെട്ട യോസേപ്പച്ചൻ എന്ന് നമ്മൾ വൈദികരും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളുമെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ രൂപത അഭിമാനത്തോടു കൂടിയാണ്
ബഹുമാനപ്പെട്ട ഔസേപ്പച്ചനെ എന്നും ഓർത്തിട്ടുള്ളത്. വളരെ നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി ഒരു കോപ ദേഷ്യ വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ തന്മയത്വത്തോടുകൂടി എല്ലാവരോടും ഇടപെടുന്ന ഒരു പാസ്റ്ററൽ ഫാദർഹുഡിൻ്റെ അജപാലനപരമായ ഒരു പിതൃത്വം നമുക്ക് നൽകിയ വ്യക്തി എന്ന നിലയിൽ അച്ഛനെ രൂപത ഹൃദയത്തോട് ചേർത്ത് അഭിമാനത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഉൽമായക്കാരച്ഛൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ ധാരാളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛനെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവത്തിന് സമർപ്പിക്കാം. അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛന് സമർപ്പിച്ച് കൂടുതലായിട്ടുള്ള അനുഗ്രഹം അച്ഛൻ്റെ ആത്മാവിന്, അച്ഛൻ്റെ ജീവിത വിശുദ്ധിക്ക് സ്വർഗത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.